ശ്രീജിത്ത് DGP ആയേക്കും. അജിത് കുമാറിന് പകരം ശ്രീജിത്തിനെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അനന്തകൃഷ്ണനോട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നറുക്ക് വീഴുന്നത് ശ്രീജിത്തിനാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാറായോ? സർക്കാരിന്റെ തീരുമാനം അങ്ങനെ തന്നെയാണോ? വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് മോത്തി. സംസ്ഥാനത്തെ അടുത്ത DGP റാങ്കിലേക്ക് പ്രൊമോഷൻ നൽകാനുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഇനി പ്രാതിനിധ്യം ലഭിക്കുന്നത് ജയിൽ മേധാവി ശ്രീജിത്തിനാണെന്നാണ് സൂചന. ശ്രീജിത്തിനെ DGP ആയി പ്രൊമോട്ട് ചെയ്യാനുള്ള ശുപാർശ അത് സർക്കാർ പരിഗണിക്കുന്നു. മുഖ്യമന്ത്രി ആ ഫയൽ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിതിൻ അഗർവാൾ, ഫയർഫോഴ്സ് മേധാവി, ഈ മാസം വിരമിക്കുകയാണ്. ഈ മാസം നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ തൊട്ടടുത്ത ADGPക്കാണ് പ്രൊമോഷൻ ലഭിക്കുക. നിലവിൽ സുരേഷ് രാജ് പുരോഹിതാണ് ആ അടുത്ത സീനിയർ ഉദ്യോഗസ്ഥൻ. പക്ഷേ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്, SPGയിലാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞാലുള്ള ADGP എന്ന് പറയുന്നത് MR അജിത് കുമാർ ആയിരുന്നു. പക്ഷേ MR അജിത് കുമാറിനെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നീട് തൊട്ടടുത്ത പ്രയോറിറ്റി വരുന്നത് ശ്രീജിത്തിനാണ്. അപ്പോൾ ഡിസംബറിൽ ചേർന്ന ചീഫ് സെക്രട്ടറി തല സ്ക്രീനിംഗ് കമ്മിറ്റി ഈ ഉദ്യോഗസ്ഥരുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ചുള്ള ശുപാർശ നൽകിയിരുന്നു. അപ്പോൾ ആ ഫയലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പരിഗണിക്കുന്നത്. അപ്പോൾ MR അജിത് കുമാർ നിലവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അടുത്ത മാസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഹർജി ഇനി CAT പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അടുത്ത ഉദ്യോഗസ്ഥനെ പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ശ്രീജിത്തിന് നറുക്ക് വീഴാനാണ് സാധ്യത. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നറുക്ക് ആർക്ക് വീഴും എന്നത് നമ്മൾ പരസ്പരം ചോദിച്ച കാര്യമാണ്. അങ്ങനെ നറുക്ക് വീഴുന്നത് ശ്രീജിത്തിനാണ് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. ഉറപ്പുവരട്ടെ, കാര്യങ്ങൾ പ്രഖ്യാപിക്കട്ടെ അല്ലേ? അനന്തകൃഷ്ണന് നല്ല ദിവസം ആശംസിക്കുന്നു.